നമസ്കാരം. പ്രധാനമന്ത്രിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞപ്പോൾ വേടനെതിരെ ചിലരൊക്കെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതുപോലെ വേടനെ കഞ്ചാവോളി എന്നൊക്കെ വിളിച്ച് ശശികലയും കഴിഞ്ഞ ദിവസം മുറഞ്ഞു തുള്ളിയിരുന്നു. യഥാർത്ഥത്തിൽ ഈ രണ്ട് വിഭാഗവും, അതായത് ശശികലയും അതുപോലെ തന്നെ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറുമൊക്കെ അവരുദ്ദേശിക്കുന്നത് പ്രശസ്തനായ വേടനെ കുറ്റം പറയുക. വേടനെ കുറ്റം പറയുന്നതിലൂടെ അവർക്കും മറന്നു കിടക്കുന്ന അവരെ ആളുകളൊന്ന് അറിയും, ആളുകളെ ഒന്ന് ഉണർത്താൻ കഴിയും. ആ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചിലരുടെയൊക്കെ പ്രസംഗവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ചിലരുടെയൊക്കെ പരാതിയുമായി ബന്ധപ്പെട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശശികല കഴിഞ്ഞ ദിവസം പറഞ്ഞത് വേടനെ കഞ്ചാവോളി എന്നാണ്. കഞ്ചാവ് വലിക്കുന്നവരാണ്, കഞ്ചാവിന് അടിമയാണ്. ഇവനെയൊക്കെയാണോ ചിലരൊക്കെ വല്ലാതെ പുകഴ്ത്തുന്നത്? ഇവനെയൊക്കെയാണോ ക്ഷേത്രമുറ്റത്ത് പാടാൻ വേണ്ടി വിളിക്കുന്നത് എന്നാണ് ശശികല കഴിഞ്ഞ ദിവസം ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആരാണ് കഞ്ചാവോളി? ആരാണ് ഈ കഞ്ചാവിനെ അത് ശരിയാണ് എന്ന് പറയുന്ന ആളുകൾ ആരാണ്? വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം നമ്മളൊക്കെ കേട്ടു. അതായത് പുകവലിക്കുന്നത് തെറ്റാണ്, മദ്യപിക്കുന്നത് തെറ്റാണ്, ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, എന്നെ മാതൃകയാക്കാൻ ആരും ശ്രമിക്കരുത്, അത് എന്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണ് എന്നാണ് വേടൻ പറഞ്ഞത്. ഇനി വേടൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വേടൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കഞ്ചാവ് പിടികൂടി എന്നതാണ് വേടനെതിരെ ഉയർത്തിയ അല്ലെങ്കിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി. അതിന്റെ ഭാഗമായിട്ടാണ് ചില നടപടികളൊക്കെ ഉണ്ടായത്. വേടൻ താമസിക്കുന്ന സ്ഥലത്ത് വേറെയും ആളുകൾ ഉണ്ടായിരുന്നു. ഇതിൽ ആരെങ്കിലും കൊണ്ടു ചെന്ന് വെച്ചതാണോ, ഇനി വേടൻ തന്നെ വെച്ചതാണോ, അതിനെക്കുറിച്ചൊന്നും പറയാൻ നമുക്ക് ഇപ്പോൾ കഴിയില്ല. എന്തായാലും വേടൻ തന്നെയാണ് ആ കഞ്ചാവ് വെച്ചത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ഒരിക്കലും ആ കഞ്ചാവിനെ വേടൻ ന്യായീകരിച്ചില്ല. അതേസമയം ഇവിടെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ IT ബാബ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് കഞ്ചാവ് എന്ന് പറയുന്നത് അതൊരു ലഹരി വസ്തുവല്ല, അതൊരു പ്രസാദമാണ്. സ്വാമിമാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രസാദമാണ്. നമുക്കറിയാം കഞ്ചാവിന്റെ ഒരു ഇരട്ട പേര് സ്വാമി എന്നുള്ളതാണ്. സ്വാമി എന്ന പേരിൽ കഞ്ചാവ് അറിയപ്പെട്ടിരുന്നു. ഈ IT ബാബ പോലീസിനോട് പറഞ്ഞത്, നിങ്ങൾ ആദ്യം പോയി മഹാകുംഭമേളയിൽ പങ്കെടുത്ത സന്യാസിമാരെ അറസ്റ്റ് ചെയ്യൂ, വ്യാപകമായി അവർ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്നാണ്. അപ്പോൾ പിന്നെ കഞ്ചാവോളി എന്ന് ശശികല വിശേഷിപ്പിച്ചത് ആരെയാണ്? അതായത് സ്വാമിമാരെ തന്നെയാണ്. കഞ്ചാവ് വലിച്ച് നേരാമണ്ണം വസ്ത്രം പോലും ധരിക്കാതെ ഇവരൊക്കെ ആടിപ്പാടുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മറ്റൊരു മഹാൻ പറഞ്ഞത്, വേടന്റെ പാട്ട് പാളയം പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഒന്ന് പാടിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ എന്നുള്ളതാണ്. അതിന് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ഒരു മറുപടി കൊടുക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വേണ്ടി വന്നാൽ വേടനെ മക്കത്തെ പള്ളിയിലെ ഇമാമാക്കാൻ ഞങ്ങൾ തയ്യാറാണ്, വേടനെ പിന്തുടരാനും ഞങ്ങൾ തയ്യാറാണ്. വേടൻ മക്കത്തെ പള്ളിയിൽ ഇമാമായി നിന്നാൽ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. 5 നേരവും നമസ്കരിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത് കഅബത്തിലേക്കാണ്, മക്കയിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അത്രമാത്രം പ്രാധാന്യമുള്ള ഈ പള്ളിയിലെ ഇമാമാക്കാൻ തയ്യാറാണ്. വേടന്റെ പുറകിൽ നിന്ന് നമസ്കരിക്കാനും തയ്യാറാണ്. വേടൻ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ, എന്താണ് ഇസ്ലാം എന്നതിനെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹം തയ്യാറാവുകയാണെങ്കിൽ, ഇസ്ലാമിന്റെ രീതികൾ പഠിക്കാൻ അദ്ദേഹം തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അതേസമയം നിങ്ങൾക്ക് കഴിയുമോ ഏതെങ്കിലും അമ്പലത്തിലെ ശാന്തിക്കാരനായി വേടനെ കൊണ്ടു ചെന്ന് നിർത്താൻ? നാളെ വേടന് ബ്രാഹ്മണനാകാൻ കഴിയുമോ, നായരാകാൻ കഴിയുമോ? ഇനി അങ്ങനെ വേടൻ അത്തരത്തിൽ ഏതെങ്കിലും ഒരു പേര് സ്വീകരിച്ച് അല്ലെങ്കിൽ ആ മതവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു ജാതിയുടെ കൂടെ വേടൻ വന്നാൽ വേടനെ ശാന്തിക്കാരനാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? യേശുദാസ് എന്ന് പറയുന്ന കലാകാരൻ ഒരുപാട് കാലമായില്ലേ ഗുരുവായൂർ അമ്പലത്തിൽ പാടണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. പ്രാണിക്ക് പോലും കടക്കാൻ കഴിയുന്ന സ്ഥലത്ത് യേശുദാസിന് പാടാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യം യേശുദാസ് തന്നെ തുറന്നു പറഞ്ഞതല്ലേ. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള മറുപടി വേടനുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർത്തിയ ആളുകൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മറുപടി ഇല്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം, അതായത് വേണ്ടി വന്നാൽ വേടനെ മക്കത്തെ പള്ളിയിലെ ഇമാമാക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും അമ്പലത്തിലെ ശാന്തിക്കാരനാക്കാൻ കഴിയുമോ, ബ്രാഹ്മണനാക്കാൻ കഴിയുമോ, അദ്ദേഹം ഒരു നായരാണെന്ന് പറയാൻ കഴിയുമോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. എന്തായാലും അദ്ദേഹം ചോദിച്ച ആ ചോദ്യം, അദ്ദേഹം പറഞ്ഞ ആ മറുപടി, അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. ബിലാൽ ഇബ്നു മുഅദ്ദിൻ എന്നു പേരുള്ള ഒരു അടിമ, ഈ അടിമയെ
അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചത് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് പ്രവാചകന്റെ അടുത്തേക്ക് എത്തിച്ചു. ഒരുപാട് അക്രമങ്ങൾക്കിരയായിട്ടുള്ള വ്യക്തിയാണ്, ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായിട്ടുണ്ട്. കീറിപ്പറിഞ്ഞ വസ്ത്രമാണ് വേഷം. കറുത്ത് കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച അടിമയായിട്ടുള്ള ബിലാൽ ഇബ്നു മുഅദ്ദിനെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തു നിർത്തിയ ഒരു ചരിത്രമാണ്. അതായത് അദ്ദേഹത്തിന് മദീന പള്ളിയിലെ മുഅദ്ദിന്റെ പദവി കൊടുത്തു, ഉന്നതമായ പദവി കൊടുത്തു. നമസ്കാരത്തിലേക്ക് ആളുകളെ വിളിക്കുക, പ്രാർത്ഥനയിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. നേരത്തെ അൻസാരി ഉസ്താദ് പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് വേടന് വേണ്ടി വന്നാൽ മക്കത്തെ പള്ളിയിലെ ഇമാമാക്കും എന്ന് പറഞ്ഞത് വെറുതെ വിടുവായത്വം പറയുന്നതല്ല. ചരിത്രമുണ്ട്, ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഉസ്താദ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. അത് തന്നെയാണ്, ആ ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. വെറുതെ പറയുന്നതല്ല, ഉള്ള കാര്യം തന്നെയാണ്. എന്നാലും അന്ത്യപ്രവാചകൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ബിലാൽ ഇബ്നു മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ഇന്നത്തെ നേതാക്കന്മാർ, നിങ്ങളുടെ ആളുകൾ വേടനെ എങ്ങനെയാണ് കാണുന്നത്? എന്താണ് വേടന്റെ കുഴപ്പം? വേടൻ, ചില ആളുകൾ ഇവിടെയൊക്കെ നിലനിൽക്കുന്ന ജാതീയതക്കെതിരെ വേടന്റെ ഭാഗത്തു നിന്ന് ചില വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അത് ഉറക്കെ പറയുന്നു. പറയേണ്ട സ്ഥലങ്ങളിലൊന്നും അത് മറച്ചു വെക്കാതെ പറയാൻ വേടൻ ധൈര്യം കാണിക്കുന്നു. ആരും അടിമകളല്ല, ആരും പറയനും പുലയനുമല്ല, ആരും തമ്പുരാനുമല്ല. ആണെങ്കിൽ ബാക്കി ഞാൻ പറയുന്നില്ല. ഇതല്ലേ വേടൻ പറഞ്ഞത്? ഇതല്ലേ നിങ്ങളെ ചൊടിപ്പിച്ചത്? യഥാർത്ഥത്തിൽ ഇവിടെ അടിമയായി കിടന്നിരുന്ന ഒരു വ്യക്തിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന്, അതായത് അദ്ദേഹത്തിന്റെ യജമാനന് കൊടുക്കേണ്ട ആ തുക കൊടുത്ത് അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ഉന്നതമായ പദവിയിൽ ഇരുത്തിയ ഒരു ചരിത്രം ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചരിത്രമുണ്ടോ? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ചില ആളുകൾ കഴിഞ്ഞ ദിവസം ചില ചോദ്യങ്ങൾ ഒരു ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത്, ഞങ്ങൾക്കൊക്കെ മക്കയിലേക്ക് പോകാൻ കഴിയുമോ? ഞങ്ങൾക്കൊക്കെ മദീനയിലേക്ക് പോകാൻ കഴിയുമോ? അതായത്, നിങ്ങൾ ഞങ്ങളുടെ അമ്പലങ്ങളിലൊക്കെ കയറുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ കയറുന്നതിന് വേണ്ടി മറ്റുള്ള ആളുകൾക്കൊപ്പം നിങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ, ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ വല്ലാതെ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരാറുണ്ട്. നിങ്ങളുടെ മക്കയിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയുമോ? മദീനയിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയുമോ എന്നൊരു മറുചോദ്യം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറുപടി ഈ കഴിഞ്ഞ ദിവസം അബ്ദുള്ള പറഞ്ഞ മറുപടി തന്നെയാണ്. മക്കയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തൽക്കാലം നിങ്ങളൊന്ന് പൊന്നാനിയിൽ പോയി വരിക, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം.